വനിതാ സംവരണ ബില്ലിനെ എതിർത്ത പ്രതിപക്ഷത്തിന്റെ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയം തുറന്നുകാട്ടാൻ ബോധവൽക്കരണവുമായി ബി.ജെ.പി. ബില്ലിനെ എതിർത്ത പ്രതിപക്ഷ നിലപാടിൽ തെളിയുന്നത് സ്ത്രീവിരുദ്ധ രാഷ്ട്രീയമാണെന്നും വിഷയത്തിൽ വിവിധ തലത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യം ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ അതിനെ താഴ്ത്തിക്കെട്ടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന കുടുംബശ്രീ പദ്ധതി നാടാകെ അംഗീകരിച്ചു കഴിഞ്ഞതായും ശബരിമല സ്ത്രീ പ്രവേശനം, KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും പ്രഖ്യാപിച്ചവർ തന്നെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന വനിതാ സംവരണം എതിർക്കുന്നതിലൂടെ ഇരട്ടത്താപ്പാണ് തെളിയുന്നതെന്നും BJP നേതാക്കൾ ആരോപിച്ചു. നമുക്കറിയാം, സ്ത്രീകളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പദ്ധതി കൊണ്ടുവന്നതും NDA സർക്കാർ ഭരിക്കുന്ന സമയത്താണ്. വാജ്പേയി സർക്കാർ ഭരിക്കുന്ന സമയത്താണ് കുടുംബശ്രീ പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നത്. അതിന്ന് രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ പോലും അംഗീകരിച്ച രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു കുടുംബശ്രീ പദ്ധതി. ഏത് മേഖല എടുത്തു നോക്കിയാലും കുടുംബശ്രീയിലുള്ള സ്ത്രീ പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ ഈ നാരീശക്തി വന്ദൻ അധിനിയം പദ്ധതി നടപ്പിലാക്കാൻ പ്രതിപക്ഷാംഗങ്ങൾ സഹകരിച്ചില്ല. അത് വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. സ്ത്രീകൾക്ക് വേണ്ടി രാത്രി നടത്തവും ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കാൻ മുൻകൈയെടുത്തവരും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുമെന്ന് പറഞ്ഞവരും എല്ലാവരും ഈ ഒരു നിയമം കൊണ്ടുവരുന്നതിന് ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി, BJP കണ്ണൂർ സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് CP സംഗീത, BJP സൗത്ത് ജില്ലാ സെക്രട്ടറിമാരായ റീന മനോഹരൻ, M പ്രവീണ, മഹിളാ മോർച്ച കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ദിവ്യ ചലത്, മഹിളാ മോർച്ച കണ്ണൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി സനിഷ രാഗിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് സൈറ്റ്.